ഹായ് സ്റ്റുഡൻസ്, ദ ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 9th സ്റ്റാൻഡേർഡിലെ സ്റ്റോറിയുടെ ഒരു മലയാളം എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. ദ പാത്ത് ഫ്രം ഡ്രീംസ് ടു സക്സസ് ഡസ് എക്സിസ്റ്റ്. You only need the vision to find it, the courage to get on it, and the perseverance to follow it. കൽപ്പന ചൗളയുടെ ഒരു കോട്ടാണ്. ദ പാത്ത് ഫ്രം ഡ്രീം ടു സക്സസ്. ഡ്രീം നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്നും ആ ഒരു വിജയത്തിലേക്ക്, ആ സ്വപ്നങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതിലേക്കുള്ളൊരു വഴിയുണ്ട്. അത് പോസിബിളാണ്. അതിന് നമുക്ക് വേണ്ട എന്താണ്? ഒരു നല്ല വിഷൻ, അതുപോലെ തന്നെ കറേജ്, ഒരു ധൈര്യം വേണം. അതുപോലെ പെർസീവറൻസ്, നിരന്തരമായിട്ടുള്ള കഠിനാധ്വാനമാണ് നമ്മൾ ആ ഒരു ഡ്രീമിനെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി വേണ്ടത്, ആവശ്യമുള്ളത് എന്നാണ് ഈ കോട്ട് പറയുന്നത്. Drawing inspiration from Gandhiji's selfless dedication, let's now move on to the troubled journey of a young girl who strives hard to build a career. ഒരു യങ് ഗേളിനെ കുറിച്ചിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, അത് എങ്ങനെ തരണം ചെയ്യാമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരു യങ് ഗേളിനെ കുറിച്ചാണ് ഈ ഒരു റൈറ്റപ്പ്. Burdened by the weight of social inequality and the pain of enforced isolation. Burdened by weight of social inequality, സൊസൈറ്റിയിലുള്ള ഇനീക്വാളിറ്റി കാരണവും അതുപോലെ തന്നെ ഐസൊലേഷൻ കാരണം, ഒറ്റപ്പെടൽ, ഇതൊക്കെ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കുട്ടിയുടെ കഥയാണ്. റീഡ് ദിസ് എക്സെപ്റ്റ് ഫ്രം ദ മെമ്മോയർ ഓഫ് സൗത്ത് ആഫ്രിക്കൻ റൈറ്റർ സീന മോൾപെ for valuable insight on the power of perseverance and personal initiative. ഒരു സൗത്ത് ആഫ്രിക്കൻ റൈറ്ററുടെ ഒരു ഓർമ്മക്കുറിപ്പാണ്. അതിൽ നിന്നൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ ടോയ്ലറ്റ്. Sometimes I wanted to give up and be a good girl. ചില സമയത്ത് എന്താണ്, എനിക്ക് ഗിവ് അപ്പ് ചെയ്യണം. And I want to be a good girl who listened to her elders. ഇവർ പറയുന്നതൊക്കെ കേൾക്കുന്ന ഒരു നല്ല പെൺകുട്ടിയാവണമെന്ന് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. Maybe I should have done something like teaching or nursing as my mother wished. Maybe ഞാൻ എന്താണ്, ടീച്ചിങ്ങോ നഴ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്താൽ മതിയായിരുന്നു, എൻ്റെ അമ്മ വിഷ് ചെയ്തതുപോലെ. സംതിങ് ലൈക്ക് ടീച്ചിങ് ഓർ നഴ്സിംഗ്. People thought these professions were respectable, but I knew I wanted to do something different. ആളുകൾ എന്താണ്, ഈ ഒരു പ്രൊഫഷൻസിനെ, ടീച്ചിങ്ങിനെ, നഴ്സിങ്ങിനെയൊക്കെ കുറച്ച് റെസ്പെക്റ്റബിൾ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ എനിക്കെന്താണ്, എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമായിരുന്നു. ദോ ഐ വാസ് നോട്ട് ഷുവർ വാട്ട്. പക്ഷേ എന്താണ് ചെയ്യേണ്ടത് എന്നെന്താണ് എനിക്ക് ഷുവർ ആയിരുന്നില്ല. ഐ തോട്ട് എ ലോട്ട് അബൌട്ട് ആക്ടിങ്, അഭിനയം എന്നുള്ളൊരു പ്രൊഫഷനെ കുറിച്ച് ഞാൻ ഒരുപാട് ചിന്തിച്ചു. മൈ മദർ സെഡ് ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ എ വേസ്റ്റ് ഓഫ് മണി എഡ്യൂക്കേറ്റിംഗ് മീ. എന്നെ പഠിപ്പിക്കുന്നത് ഒരു വേസ്റ്റ് ഓഫ് മണി, പൈസ വെറുതെ വേസ്റ്റ് ചെയ്യാണ് എന്ന് വരെ എൻ്റെ മദർ ചിന്തിച്ചു. ബിക്കോസ് ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു വിത്ത് ദ നോളജ് ഐ ഹാഡ് അക്വയർഡ്. കാരണം എന്താണ്, ഞാൻ നേടിയെടുത്ത്, അക്വയർ ചെയ്തെടുത്ത് നോളജ് കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. I had come to Johannesburg for the December holidays after writing my metric examinations. മെട്രിക് എക്സാമിനേഷൻ 10th എക്സാം എഴുതിയതിന് ശേഷം ജോഹന്നാസ്ബർഗ് എന്ന് പറഞ്ഞ പ്ലേസിലേക്ക് വരാൻ, ഡിസംബർ ഹോളിഡേയ്സ് എൻജോയ് ചെയ്യാൻ. ആൻഡ് ദെൻ സ്റ്റേഡ് ഓൺ ഹോപ്പിംഗ് ടു ഫൈൻഡ് സംതിങ് ടു ഡു. എന്നിട്ട് അവിടെ നിന്നു എന്താണ്, ഹോപ്പിംഗ് ടു ഫൈൻഡ് സംതിങ് ടു ഡു, എന്തെങ്കിലും ഒരു ജോബ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി. മൈ എൽഡർ സിസ്റ്റർ വർക്ക്ഡ് ഇൻ ഓറഞ്ച് ഗ്രോവ് എന്ന് പറഞ്ഞ പ്ലേസിലാണ് എൻ്റെ എൽഡർ സിസ്റ്റർ വർക്ക് ചെയ്യുന്നത് ആസ് എ ഡൊമസ്റ്റിക് വർക്കർ, ഒരു വീട്ടു ജോലിക്കാരിയായിട്ട്. ആൻഡ് ഐ സ്റ്റേഡ് വിത്ത് ഹർ ഇൻ ഹർ ബാക്ക് റൂം. അവളുടെ ബാക്ക് റൂമിൽ അവളുടെ കൂടെയാണ് ഞാൻ നിന്നത്. ഐ ഡിഡ്ന്റ് നോ എനിബഡി ഇൻ ജോഹന്നാസ്ബർഗ് എക്സെപ്റ്റ് മൈ സിസ്റ്റേഴ്സ് ഫ്രണ്ട്സ് ഹൂം വി വെൻറ്റ് ടു ചർച്ച് വിത്ത്. ഞാൻ ചർച്ചിലേക്ക് ഒരുമിച്ച് പോകുന്ന എൻ്റെ സിസ്റ്ററിൻ്റെ ഫ്രണ്ട്സിനെ ഒഴികെ വേറെ ആരും എനിക്കവിടെ അറിയില്ല. ഐ വാസ് വെരി ബോർഡ് ആൻഡ് ലോൺലി. എന്താണ്, എനിക്കവിടെ വളരെയധികം ബോറിങ്ങും അതുപോലെ തന്നെ ലോൺലി, ഒരു ഒറ്റപ്പെടലും ഫീൽ ചെയ്തു. ഓൺ വീക്ക് ഡേയ്സ് ഐ വാസ് ലോക്ക്ഡ് ഇൻ മൈ സിസ്റ്റേഴ്സ് റൂം സോ ദാറ്റ് മാഡം വുഡിൻറ്റ് സീ മീ. വീക്ക് ഡേയ്സിൽ, അതായത് സിസ്റ്റർ വർക്കിന് പോകുന്ന സമയത്ത് അവളെ ആ റൂമിൽ പൂട്ടിയിട്ടിട്ടാണ് പോവുക. സോ ദാറ്റ് മാഡം വുഡിൻറ്റ് സീ, ആ ഒരു റൂമിൻ്റെ ഓണർ അവളെ കാണാതിരിക്കാൻ. ഷീ വാസ് അറ്റ് ഹോം മോസ്റ്റ് ഓഫ് ദ ടൈം, പെയിൻറ്റിങ് ഹെർ നെയിൽസ്, ഹാവിങ് ടീ വിത്ത് ഹെർ ഫ്രണ്ട്സ് ഓർ ലേയിങ് ഓൺ ദ സൺ ബൈ ദ സ്വിമ്മിംഗ് പൂൾ. മാഡം എന്താണ്, എപ്പോഴും വീട്ടിലുണ്ടാവും. പെയിൻറ്റിങ് ഹെർ നെയിൽസ്, നെയിൽ പോളിഷ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ടീ കഴിച്ചിട്ടോ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുക, പൂളിൻ്റെ അടുത്തിരുന്നിട്ടൊക്കെ അവർ ഏത് നേരവും ആ വീടിൻ്റെ ഉള്ളിലുണ്ടാവും. ദ സ്വിമ്മിംഗ് പൂൾ വാസ് വെരി ക്ലോസ് ടു ദ റൂം വിച്ച് ഇസ് വൈ ഐ ഹാഡ് ടു കീപ്പ് വെരി ക്വയറ്റ്. സ്വിമ്മിംഗ് പൂൾ എന്താണ്, റൂമിൻ്റെ തൊട്ടടുത്താണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സൈലൻ്റായിട്ടിരിക്കണം, അതല്ലെങ്കിൽ ആ റൂമിൽ അങ്ങനെ ഒരാളുണ്ട്, ഒളിച്ച് താമസിക്കുന്നുണ്ടെന്ന് മാഡത്തിന് മനസ്സിലാവും.
മൈ സിസ്റ്റർ ഫെൽറ്റ് ബാഡ് അബൌട്ട് ലോക്കിംഗ് മീ ഇൻ ദർ ബട്ട് ഷീ ഹാഡ് നോ ആൾട്ടർനേറ്റീവ്. സിസ്റ്ററിന് എന്താണ് എന്നെ അവിടെ ലോക്ക് ചെയ്യുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്, പക്ഷേ ഷീ ഹാഡ് നോ ആൾട്ടർനേറ്റീവ്, വേറെ ചോയ്സുകളൊന്നും ഇല്ല. I couldn't even play the radio, so she brought me books, old magazine and newspapers from the white people. റേഡിയോ പ്ലേ ചെയ്യാൻ പറ്റില്ല, കാരണം സൗണ്ട് പുറത്തേക്ക് കേൾക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ബുക്സ്, അതുപോലെ തന്നെ പഴയ മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സൊക്കെ വൈറ്റ് ആയിട്ടുള്ള ആളുകളെടുത്ത് ഒന്ന് കളക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടു കൊടുക്കും. ഐ ജസ്റ്റ് റീഡ് എവറി സിംഗിൾ തിങ് ഐ കെയിം അക്രോസ്. എനിക്ക് ലഭിക്കുന്ന ഈവൻ സിംഗിൾ വർക്ക്, ബുക്ക് വരെ, പേപ്പേഴ്സൊക്കെ അവൾ വായിക്കാൻ തുടങ്ങിയ സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട്. പിക്ചറിൽ എനിക്ക് കാണാൻ പറ്റും മാഡം വിത്ത് ഫ്രണ്ട്സ് ചായയൊക്കെ കുടിക്കുന്നതും അവൾ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്നതും. ഫെയർ ലേഡി, വുമൻസ് വീക്ക്ലി, എനിത്തിങ്, അതായത് അവർ വായിക്കുന്ന വർക്ക്സിൻ്റെ പേരാണ്. എനിത്തിങ്, എന്ത് കിട്ടിയാലും അവൾ വായിക്കും. ബട്ട് ദെൻ മൈ സിസ്റ്റർ തോട്ട് ഐ വാസ് റീഡിങ് ടു മച്ച്. പക്ഷേ പിന്നീട് സിസ്റ്ററിന് തോന്നാൻ തുടങ്ങി ഞാൻ ഒരുപാട് വായിക്കുന്നുണ്ട്, കുറേ ബുക്സ് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ. സൂൺ ഐ ഗോട്ട് എ ടെമ്പററി ജോബ് ഇൻ എ ക്ലോത്തിങ് ഫാക്ടറി ഇൻ ടൗൺ വിച്ച് മെയ്ഡ് ക്ലോത്ത്സ് ഫോർ ലേഡീസ് ബുട്ടീക്സ്. ലേഡീസ് ബുട്ടീക്സിന് വേണ്ടിയിട്ട് ക്ലോത്തുകൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറിയിൽ എനിക്ക് താൽക്കാലികമായിട്ടൊരു ജോലി കിട്ടി. I looked forward to meeting new people and liked the idea of being out of that room for a change. എന്നാണ് പുതിയ ആളുകളെ മീറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങാം എന്നുള്ളത് കൊണ്ട് തന്നെ അവൾ വളരെ ഹാപ്പിയായി. The factory knocked off at 4:30 and then I went to a park near where my sister worked. ഫാക്ടറിയിലുള്ള വർക്ക് 4:30 ആകുമ്പോൾ കഴിയും. അതിനുശേഷം സിസ്റ്റർ വർക്ക് ചെയ്തതിൻ്റെ അടുത്തായിട്ടുള്ളൊരു പാർക്കിലേക്ക് പോകും. ഐ വെയിറ്റഡ് ദ ടിൽ 6:30, ഏകദേശം 6:30 വരെ അവിടെ വെയിറ്റ് ചെയ്യും. വെൻ ഐ കുഡ് സ്നീക്ക് ഇൻ ടു ദ ഹൗസ് അഗെയിൻ വിത്തൗട്ട് വൈറ്റ് പീപ്പിൾ സീയിങ് മീ. എന്തിനാണ് വൈറ്റ് പീപ്പിൾ കാണാതെ ആ റൂമിലേക്ക് പതുങ്ങി കയറാൻ വേണ്ടിയിട്ട്. ആ ഒരു ഇരുട്ടാവുന്നത് വരെ അവൾ പുറത്ത് വെയിറ്റ് ചെയ്യും. ഐ ഹാഡ് ടു ലീവ് ദ ഹൗസ് ബിഫോർ 5:30 ഇൻ ദ മോർണിംഗ്. മോർണിംഗിലോ 5:30 മുന്നായിട്ട് അവൾക്ക് പുറത്തേക്ക് പോകണം. ദാറ്റ് മീൻ ഐ ഹാഡ് ടു ഫൈൻഡ് സംതിങ് ടു ഡു വിത്ത് ദ ടൈം ഐ ഹാഡ് ബിഫോർ ഐ കുഡ് ക്യാച്ച് 7:30 ബസ് ടു ദ വർക്ക്. അതിനർത്ഥം എന്താണ്, അവൾക്ക് ജോബ് തുടങ്ങുന്നത് 7:30 ബസ്സിലാണ് അവൾ വർക്കിന് പോകുന്നത്. 5:30 മുതൽ ആ ഒരു 7:30 ബസ് കയറി പോകുന്ന സമയം വരെ അവൾ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് ചിലവഴിക്കണം. ഐ വുഡ് ഗോ ടു എ പബ്ലിക് ടോയ്ലറ്റ് ഇൻ ദ പാർക്ക്. അവൾ എന്താ ചെയ്യുക, ആ പാർക്കിലുള്ളൊരു പബ്ലിക് ടോയ്ലറ്റിലേക്ക് പോകും. ഫോർ സം റീസൺ ഇറ്റ് വാസ് നെവർ ലോക്ക്ഡ്, സോ ഐ വുഡ് ഗോ ഇൻ ആൻഡ് സിറ്റ് ഓൺ ദ ടോയ്ലറ്റ് സീറ്റ് ടു റീഡ് സം മാഗസിൻ ഓർ അതർ അണ്ടിൽ ദ റൈറ്റ് ടൈം ടു ക്യാച്ച് ദ ബസ്. ആ പബ്ലിക് ടോയ്ലറ്റ് എങ്ങനെയായിരുന്നു, അത് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് അതിൻ്റെ ഉള്ളിൽ പോയി ഒരു ടോയ്ലറ്റ് സീറ്റിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മാഗസിൻസ് വായിച്ച് ബസ്സിൻ്റെ ആ ഒരു ടൈം 7:30 ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. The first time I went into this toilet, I was on my way to the bus stop. ഫസ്റ്റ് ടൈം എന്താണ്, ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിയായിരുന്നു ആ ഒരു ടോയ്ലറ്റിൽ കയറിയത്. യൂഷ്വലി I went straight to the bus stop outside the OK bazaars where it was well lit and I could see. യൂഷ്വലി എന്താ ചെയ്യുക, സ്ട്രെയിറ്റ് ടു ദ ബസ് സ്റ്റോപ്പിലേക്ക് പോകും, ഔട്ട്സൈഡ് ദ OK ബസാർസ്. OK ബസാറിൻ്റെ പുറത്ത് അവിടെ എന്തായിരുന്നു, വെൽ ലിറ്റായിരുന്നു, ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് കാണാൻ പറ്റുമായിരുന്നു. ഏർലി മോർണിംഗ് ആണ്. I would wait there reading or just looking at the growing number of cars and buses on their way to town. അവിടെ ഇരുന്നിട്ട് എന്താണ്, എന്തെങ്കിലും വായിക്കും, അതല്ലെങ്കിൽ ആ ഒരു കാറ്, ബസ്, ഇതിൻ്റെയൊക്കെ നമ്പർ ഇങ്ങനെ ടൈം കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ കൂടി വരുന്നതൊക്കെ എണ്ണിക്കൊണ്ടിരിക്കും. On that day it was raining quite hard, so I thought I would shelter in the toilet until the rain passed. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഡേയിൽ എന്തായിരുന്നു, വളരെ ഹെവി ആയിട്ടുള്ള റെയിൻ ഉണ്ടായിരുന്നു. ആ മഴയത്ത് അവൾക്ക് കിട്ടിയൊരു ഷെൽട്ടറായിരുന്നു ടോയ്ലറ്റ്. മഴ കഴിയുന്നത് വരെ ടോയ്ലറ്റിലിരിക്കാം എന്നവൾ വിചാരിക്കണം. ഐ നോക്ക്ഡ് ഫസ്റ്റ് ടു സീ ഇഫ് ദ എനി വൺ ഇൻസൈഡ്. ആദ്യം നമ്മൾ നോക്ക് ചെയ്തു, മുട്ടി നോക്കുകയാണ് അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ. ആസ് ദ വാസ് നോ റിപ്ലൈ ഐ പുഷ് ദ ഡോർ ഓപ്പൺ ആൻഡ് വെൻറ്റ് ഇൻ. റിപ്ലൈ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഷീ പുഷ് ദ ഡോർ ആൻഡ് വെൻറ്റ് ഇൻസൈഡ് ദ ടോയ്ലറ്റ്. ഇറ്റ് ഡിഡ് നോട്ട് ലുക്ക് ലൈക്ക് ഇറ്റ് ഹാഡ് ബീൻ പെയിൻറ്റഡ് ഫോർ ഫ്യൂ ഇയേഴ്സ്. അപ്പോൾ അടുത്തൊന്നും പെയിൻറ്റ് ചെയ്ത പോലെ തോന്നുന്നില്ല, പഴയ ഒരു ടോയ്ലറ്റാണ്. The closed lid of the toilet was going to be my seat for many morning after that. ആ ഒരു ടോയ്ലറ്റിൻ്റെ ക്ലോസ് ലിഡ്, ടോയ്ലറ്റിൻ്റെ മുകളിലുള്ള ഒരു അടപ്പ് അടച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് അവൾ ഇരിക്കുന്നത്. I was very lucky to have found that toilet because the winter was very cold. വിൻ്റർ എന്ന് പറഞ്ഞാൽ അത്രയും തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ടോയ്ലറ്റ് കണ്ടെത്തിയതിൽ അവൾ വളരെയധികം ലക്കിയാണ്. പുറത്ത് വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത്
പോസിബിൾ ആയിരുന്നില്ല. നോട്ട് ദാറ്റ് ഇറ്റ് വാസ് എനി വാർമർ ഇൻ ബട്ട് വൺസ് ഐ ക്ലോസ് ദ ഡോർ ഇറ്റ് യൂസ് ടു ബി ലിറ്റിൽ ലെസ് വിൻഡി. കാരണം ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ ചൂടായതുകൊണ്ടൊന്നുമല്ല, പക്ഷേ ഡോറ് ക്ലോസ് ചെയ്യുമ്പോൾ ആ ഒരു തണുത്ത കാറ്റിനൊരു കുറവുണ്ടാവും, അതുകൊണ്ട് തന്നെ ഒരു നല്ല ഷെൽട്ടറാണ്. ആൾസോ ദ ടോയ്ലറ്റ് വാസ് വെരി സ്മോൾ, ദ വാൾസ് വർ വണ്ടർഫുള്ളി ക്ലോസ് ടു മീ. ടോയ്ലറ്റ് എങ്ങനെയായിരുന്നു? വളരെ ചെറുതായിരുന്നു. അതിൻ്റെ വാൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ക്ലോസ് ടു ഹെർ, അത്രയും ചെറുതാണ്, ടൈനി ടോയ്ലറ്റാണ്. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഇറ്റ് വാസ് മെയ്ഡ് ടു ഫിറ്റ് മീ അലോൺ. എന്താണ്, എന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചതുപോലെയുള്ള ഒരു ടോയ്ലറ്റ് ആയിരുന്നു. ഐ എൻജോയ്ഡ് ദാറ്റ് കൈൻഡ് ഓഫ് പ്രൈവസി. അത്രയും ഒരു പ്രൈവസി ആയിട്ടുള്ള സ്പേസ് അവൾ എൻജോയ് ചെയ്തു. ഐ ഡിഡ് എ ലോട്ട് ഓഫ് തിങ്കിങ് വൈൽ ഐ സാറ്റ് ഓൺ ദി ടോയ്ലറ്റ് സീറ്റ്. ആ ടോയ്ലറ്റ് സീറ്റിലിരിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ തന്നിലൂടെ കടന്നു പോകുന്നു. ഐ ഡിഡ് എ ലോട്ട് ഓഫ് ഡേ ഡ്രീമിങ് ടു. ഒരുപാട് ഡേ ഡ്രീമിങ്, പകൽ സ്വപ്നങ്ങൾ കണ്ടു. മെനി ടൈംസ് ഇമാജിനിങ് മൈസെൽഫ് ഇൻ സം ബിഗ് ഹാൾ ഡൂയിങ് എ റിയലി പോപ്പുലർ പ്ലേ വിത്ത് അതർ യങ് ആക്ടേഴ്സ്. അധിക സമയം അവൾ ഇമാജിൻ ചെയ്ത കാര്യം എന്താണ്? ഒരു ബിഗ് ഹാളിൽ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ അവൾ ഒരു പ്ലേ, ഏതെങ്കിലും നാടകമൊക്കെ അഭിനയിക്കുന്ന പോലെയാണ് അവൾ ഡ്രീം ചെയ്തത്. ഐ വുഡ് സിറ്റ് ദ ഡ്രീമിങ്. അങ്ങനെ സ്വപ്നം കണ്ടിട്ട് അവിടെ ഇരിക്കും അവൾ. ഐ സ്റ്റാർട്ടഡ് ആസ്കിങ് മൈസെൽഫ് വൈ ഐ ഹാഡ് നോട്ട് റിട്ടൺ എനിത്തിങ് സിൻസ് ഐ ലെഫ്റ്റ് സ്കൂൾ. സ്കൂൾ വിട്ടതിന് ശേഷം, സ്കൂൾ നിർത്തി കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് ഞാൻ ഒന്നും എഴുതാത്തത്? അറ്റ്ലീസ്റ്റ് അറ്റ് സ്കൂൾ ഐ ഹാഡ് റിട്ടൺ സം പോംസ് ഓർ സ്റ്റോറീസ് ഇൻ സ്കൂൾ മാഗസീൻ ആൻഡ് അതർ മാഗസീൻ ആൻഡ് ആൾസോ ഫോർ സ്കൂൾ കോമ്പറ്റീഷൻ. സ്കൂളിൽ നിന്നാണ് എന്താണ്, സ്കൂൾ മാഗസിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ പുറത്തുള്ള മാഗസിൻസിനൊക്കെ വേണ്ടിയിട്ടോ കോമ്പറ്റീഷനൊക്കെ ഞാൻ പോയംസും സ്റ്റോറീസൊക്കെ എഴുതാറുണ്ടായിരുന്നു. അവർ ഇംഗ്ലീഷ് ടീച്ചർ വാസ് ആൾവേസ് സോ എൻകറേജിങ്. ഇംഗ്ലീഷ് ടീച്ചർ എന്താണ്, എപ്പോഴും എൻകറേജ് ചെയ്തിരുന്നു. ഐ റിമെമ്പർ ദ ഡേ ഐ ഷോഡ് ഹിം മൈ ഫസ്റ്റ് പോം. ഐ വാസ് സോ എക്സൈറ്റഡ് ഐ കുഡിൻറ്റ് കോൺസെൻട്രേറ്റ് ഇൻ ദ ക്ലാസ് ഫോർ എ ഹോൾ ഡേ. എന്നാണ് തൻ്റെ ഫസ്റ്റ് പോം ടീച്ചർക്ക് കാണിച്ചു കൊടുത്ത ആ ഒരു മൊമെൻറ്റ്, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഹാപ്പിനെസ് കാരണം അന്നേ ദിവസം ക്ലാസ് പോലും ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല. അത്രയും ഹാപ്പി ഉള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. I didn't know anything about publishing then, and I didn't ask myself if my stories were good enough. എന്നാൽ പബ്ലിഷിംഗ് എന്നതിനെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ സ്റ്റോറീസ് അത്ര നല്ലതാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഐ ജസ്റ്റ് എൻജോയ് റൈറ്റിംഗ് തിങ്സ് ഡൗൺ വെൻ ഐ ഹാഡ് ദ ടൈം. എന്നാലും സമയം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതുക എന്നുള്ളത് ഞാൻ എൻജോയ് ചെയ്തിരുന്നു. സോ വൺ ഫ്രൈഡേ ആഫ്റ്റർ ഐ ഹാഡ് സ്റ്റാർട്ടഡ് ബീയിങ് ദ ടോയ്ലറ്റ്സ് ബെസ്റ്റ് കസ്റ്റമർ ഐ ബ്രോട്ട് മൈസെൽഫ് എ ബുക്ക്, എ നോട്ട് ബുക്ക് ഇൻ വിച്ച് ഐ വാസ് ഹോപ്പിംഗ് ടു റൈറ്റ് സംതിങ്. അപ്പോൾ ഒരു ഫ്രൈഡേ ആ ഒരു ടോയ്ലറ്റിലൊരു സ്ഥിരം കസ്റ്റമർ, ഡെയിലി ആ ടോയ്ലറ്റിലേക്ക് വരുന്ന ഒരാളായതിനു ശേഷം എന്താണ്, ഒരു നോട്ട് ബുക്ക് കൊണ്ടുപോവുകയാണ്, എന്തെങ്കിലും എഴുതാമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനോടുകൂടി. ഐ ഡിഡിൻ യൂസ് ഇറ്റ് ഫോർ ക്വൈറ്റ് വൈൽ അണ്ടിൽ വൺ ഈവനിങ്. പക്ഷേ എന്താണ്, കുറച്ച് ദിവസം ആയെങ്കിലും അത് യൂസ് ചെയ്തിരുന്നില്ല. ഒരു ഈവനിങ്ങിലാണ് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. മൈ സിസ്റ്റർ ഹാഡ് ടേക്കൺ യൂഷ്വൽ തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ ഓഫ്. സിസ്റ്റർ എന്താണ് യൂഷ്വലി ചെയ്യാറുള്ളത് പോലെ തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ ഓഫായിരുന്നു, വർക്ക് ഉണ്ടായിരുന്നില്ല. ആൻഡ് ഷീ ഹാഡ് ബീൻ ഡിലേഡ് സംവേർ. പക്ഷെ അവൾ എന്താണ്, എവിടേക്കോ ആയിട്ട് ഡിലേ ആയിരുന്നു. മേ ബി ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി കുറച്ച് സമയം ലേറ്റ് ആയിരുന്നു. ഐ കെയിം ബാക്ക് ഫ്രം വർക്ക് ആൻഡ് ദെൻ വെയിറ്റഡ് ഇൻ ദ പാർക്ക് ഫോർ റൈറ്റ് ടൈം ടു ഗോ ബാക്ക് ടു ദ യാർഡ്. യൂഷ്വലി ചെയ്യുന്ന പോലെ വർക്ക് കഴിഞ്ഞ് വന്ന് ആ പാർക്കിൽ വെയിറ്റ് ചെയ്യാണ് ഇരുട്ടാവാൻ വേണ്ടി. വൈറ്റ് പീപ്പിൾ ആൾവേസ് ഹാഡ് ദെയർ സപ്പർ അറ്റ് 6:30. വൈറ്റ് പീപ്പിൾ എന്നാണ് അവരുടെ സപ്പർ, രാത്രിയിലെ ഫുഡ് 6:30ക്കാണ് കഴിച്ചിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് എ ടൈം ഐ യൂസ് ടു സ്റ്റീൽ മൈ വേ ഇൻ വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദം ഓർ ബീയിങ് സീൻ. അപ്പോൾ അവർ ഫുഡ് കഴിക്കുന്ന ആ ഒരു സമയത്താണ് ഇവിടെ അവരറിയാതെ ആ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരുന്നത്. മൈ കമ്മിങ്സ് ആൻഡ് ഗോയിങ്സ് ഹാഡ് ടു ബി സീക്രട്ട് ബിക്കോസ് ദേ സ്റ്റിൽ ഡിഡ്ന്റ് നോ ഐ സ്റ്റേയ്ഡ് ദർ. എൻ്റെ വരവും പോക്കുന്നതാണ് സീക്രട്ട് ആയിരിക്കണം, കാരണം ഞാൻ അവിടെ ആ റൂമിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് അവർക്ക് ഇതുവരെ അറിയില്ല. I realized that she hadn't come back and decided to sit down in front of her room. അവൾ തിരിച്ചു വന്നപ്പോൾ എന്താണ്, സിസ്റ്റർ വന്നിരുന്നില്ല, അതുകൊണ്ട് തന്നെ ആ റൂമിൻ്റെ ഫ്രണ്ടിലായിട്ടിരിക്കുകയാണ്. വേർ ഐ തോട്ട് ഐ വുഡിൻ ബി നോട്ടീസ്ഡ്. അവിടെ ഇരുന്നാൽ എന്നെ കാണില്ല എന്നുള്ള പ്രതീക്ഷയിൽ റൂമിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ടിരിക്കുകയാണ്. ഐ വാസ് റീഡിങ് എ കോപ്പി ഓഫ് ഡ്രം മാഗസിൻ ഹോപ്പിംഗ് ദാറ്റ് ഷീ വുഡ് കം ബാക്ക് സൂൺ. ഡ്രം മാഗസിൻ്റെ ഒരു കോപ്പി വായിച്ചുകൊണ്ട് സിസ്റ്റർ ഉടനെ വരുമെന്ന പ്രതീക്ഷയിൽ സിസ്റ്ററിൻ്റെ റൂമിൻ്റെ ഡോറിൻ്റെ അടുത്തായിട്ട് ഇരിക്കുകയാണ്. ബിഫോർ ദ ഡോഗ്സ് സ്നിഫ്ഡ് മീ ഔട്ട്. എന്താണ് ബിഫോർ, അതിന് മുമ്പ് എന്താണ്, ഡോഗ്സ് എന്ത് ചെയ്തു, അവളെ വന്ന് സ്നിഫ് ചെയ്യാൻ ഡോഗ് ഇങ്ങനെ വന്ന് മണുത്ത് നോക്കണം അവളുടെ അടുത്തേക്ക്. പക്ഷെ ഡോഗ്സ് വരികയാണ്. ഐ വാസ് ട്രൈയിങ് ഹാർഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ മൈ റീഡിങ് വെൻ ഐ ഹേർഡ് 2 dogs പ്ലേയിങ് ചേസിങ് ഈച്ച് അതർ നിയറർ ആൻഡ് നിയറർ ടു വേർ ഐ എം സിറ്റിങ്. അവളെന്താണ് കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കായിരുന്നു, പക്ഷേ ആ സമയത്താണ് 2 ഡോഗ്സ്
അവർ കളിക്കുക, ഈച്ച് അതർ ചേസ് ചെയ്യുക. എന്നിട്ട് എന്താണ് അവളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അവൾ ആ ഇരിക്കുന്ന പ്ലേസിലേക്ക് ഇങ്ങനെ അടുത്തടുത്തുകൊണ്ടിരിക്കുമായിരുന്നു ആ ഡോഗ്സ്. ആൻഡ് ദെൻ ദേ വോ ഇൻ ഫ്രണ്ട് ഓഫ് മീ ലുക്കിംഗ് ആസ് സർപ്രൈസ്ഡ് ആസ് ഐ വാസ്. എന്നിട്ട് എന്താണ് ഒരു സർപ്രൈസ്ഡ് ലുക്കുമായിട്ട് അവളുടെ മുമ്പിലേക്ക് വരികയാണ് ആ ഒരു 2 ഡോഗ്സ്. For a brief moment we stared at each other. Then they started to bark at me. കുറച്ച് നേരം പരസ്പരം സ്റ്റെയർ ചെയ്തു, തുറിച്ചു നോക്കിയിരുന്നു. അതിനുശേഷം ആ ഡോഗ്സ് എന്താ ബാർക്ക് ചെയ്യാൻ തുടങ്ങി, കുരക്കാൻ തുടങ്ങി. I was sure they would tear me to pieces if I moved just one finger. ഞാൻ ഒരു ഫിംഗർ, എൻ്റെ ഒരു വിരൽ അനങ്ങിയാൽ പോലും അവരെന്നെ കടിച്ച് കീറുമെന്ന് എനിക്കറിയാമായിരുന്നു. സോ ഐ സാറ്റ് വെരി സ്റ്റിൽ. അപ്പം ഞാൻ അനങ്ങാതിരുന്നു. ട്രൈയിങ് നോട്ട് ടു ലുക്ക് അറ്റ് ദം. അവരെ നോക്കാതെ, അവരെ ശ്രദ്ധിക്കാത്ത പോലെ ഇരുന്നു അവിടെ. While my heart pounded and my mouth went dry as paper. എൻ്റെ ഹാർട്ട് എങ്ങനെയായിരുന്നു പൗണ്ടഡ്, ഹൃദയം ഇങ്ങനെ ഇടിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ആ ഒരു ഭയം കാരണം. ആൻഡ് മൈ മൗത്ത് വെൻ ഡ്രൈ. എൻ്റെ മൗത്ത്, വായിലെ വെള്ളമൊക്കെ വറ്റിപ്പോയി ആ ഒരു ഭയം കാരണം. Then the madam's high-pitched voice rang out above the dogs barking. അതിനുശേഷം ആ മാഡത്തിൻ്റെ സൗണ്ട് കേൾക്കുകയാണ്. ആ ഒരു ഡോഗ് ബാർക്ക് ചെയ്തതിൻ്റെ ഇടയിലൂടെ മാഡത്തിൻ്റെ ആ ഒരു വലിയ സൗണ്ട് കേൾക്കുകയാണ് അവൾ. പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡോഗ്സ് അവളെ നോക്കി ബാർക്ക് ചെയ്യുന്നത്. ഐറീൻ, ദാറ്റ്സ് മൈ സിസ്റ്റേഴ്സ് ഇംഗ്ലീഷ് നെയിം വിച്ച് വി നെവർ യൂസ്. അപ്പോൾ മാഡം ഐറീൻ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഐറീൻ ആരാണ് ഇവിടെ? സിസ്റ്ററാണ് എന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കുന്നത്. ഐ കുഡിൻറ്റ് മൂവ് ഓർ ആൻസർ ദ കോൾ. ദ ഡോഗ്സ് വാസ് സ്റ്റാൻഡിങ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. എനിക്ക് മൂവ് ചെയ്യാനോ അവരുടെ ആ ഒരു കോളിന് ആൻസർ ചെയ്യാനോ പറ്റിയില്ല, കാരണം ഡോഗ്സ് എന്നാണ് അത്രയും തൊട്ട് ഫ്രണ്ടിലായിട്ട് നിൽക്കുകയാണ്. Their teeth so threateningly long. അവരുടെ പല്ലെങ്ങനെയായിരുന്നു? വളരെ നീണ്ട കൂർത്ത, ഒരു പേടിപ്പെടുത്തുന്ന പല്ലായിരുന്നു. When there was no reply, she came to see what was going on. ഞാൻ മറുപടിയൊന്നും പറയാത്തതുകൊണ്ട് തന്നെ മാഡം എന്താണ് വന്ന് നോക്കുകയാണ് എന്താ അവിടെ നടക്കുന്നത്. Oh, it's you. Hello. Then the dog stopped barking, but they hadn't moved. They were still growling at me. അവളുടെ സൗണ്ട്, ആ ഒരു മാഡത്തിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഡോഗ്സ് എന്താണ് കുരയ്ക്കുന്ന നിർത്തി. പക്ഷേ അവരവിടെ മൂവ് ചെയ്തിട്ടൊന്നുമില്ല. അവർ ഗ്രൗളിയായിരുന്നു, തന്നെ നോക്കി ഇങ്ങനെ മുരളിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മുരൾച്ച ഉണ്ടായിരുന്നു. പ്ലീസ് മാഡം, ദ ഡോഗ്സ് വിൽ ബൈറ്റ് മീ. ഐ പ്ലീഡഡ്, നോട്ട് മൂവിങ് മൈ ഐസ് ഫ്രം ദം. ഈ ഡോഗ്സ് എന്നെ കടിക്കുമെന്ന് പറയാണ് ആ ഡോഗ്സിനെ നോക്കിക്കൊണ്ട്. നോ, ദേ വോണ്ട് ബൈറ്റ് യു. വെൻ ഡിഡ് യു കം ഇൻ? വി ഡിഡ്ന്റ് സീ യു. അവർ നിന്നെ കടിക്കില്ല, നീ എപ്പോഴാണ് വന്നത്? ഞാൻ നിന്നെ കണ്ടില്ലല്ലോ എന്ന് പറയാണ് മാഡം. എപ്പോഴാണ് വന്നു എന്നുള്ളത് അറിഞ്ഞില്ലല്ലോ എന്ന്. ഐ ഹാവ് ബീൻ ഹിയർ ഫോർ സം ടൈം നൗ. മൈ സിസ്റ്റർ ഈസ് ഇൻ ഹിയർ. ഐ എം വെയിറ്റിംഗ് ടു ടോക്ക് ടു ഹെർ. അപ്പോൾ ഇവൾ പറയാണ്, ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ കുറച്ച് സമയമായി, എൻ്റെ സിസ്റ്റർ ഇവിടെ ഇല്ല, ഞാൻ സിസ്റ്ററിനോട് സംസാരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. Oh, she is not there. I can give her a message. You go on home. I will tell her that you want to see her. അപ്പോൾ ഇവളെന്താ പറയുന്നത്? സിസ്റ്റർ ഇവിടെ ഇല്ലേ, ഞാൻ സിസ്റ്റർക്ക് ഒരു മെസ്സേജ് അയക്കാം, നീ നിൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കോളൂ, സിസ്റ്ററിനോട് ഞാൻ പറയാം നീ വന്നിട്ടുണ്ട്, അവളെ കാണാൻ വന്നിരുന്നു എന്ന് ഇൻഫോം ചെയ്യാമെന്ന് പറയാണ്. അവൾ അവിടെയാണ് താമസിക്കുന്നത് എന്ന് മാഡത്തിന് അറിയില്ല, അറിയാതെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. Every morning I had to wake up straight away, roll my bedding and put it all under the bed where my sister was sleeping. എല്ലാ ദിവസവും എന്താണ്, രാവിലെ നേരത്തെ എണീക്കുന്നു, തൻ്റെ റോളിങ് മൈ ബെഡിങ്, താൻ കിടക്കുന്ന ബെഡൊക്കെ റോൾ ചെയ്തുകൊണ്ട് സിസ്റ്റർ കിടക്കുന്ന ബെഡിൻ്റെ അടിയിലേക്കായിട്ട് അത് നീക്കി വെക്കും. I was not supposed to put on the light although it was still dark. എന്നാണ്, ഡാർക്ക് ഇരുട്ടാണെങ്കിൽ പോലും എനിക്ക് ലൈറ്റ് ഇടാൻ പറ്റില്ല, കാരണം മേഡം അറിയും. I had lighted a candle and tiptoed my way out with a soap dish and toothbrush. എന്നാണ്, ഒരു ക്യാൻഡിൽ നിന്ന് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് കാലിങ്ങനെ പതിയെ ഇങ്ങനെ ടിപ്റ്റോ അങ്ങനെ കാല് ഉയർത്തി ഇങ്ങനെ നടക്കുന്നതിനെയാണ് പറയുന്നത്. സോപ്പ് ഡിഷും ടൂത്ത് ബ്രഷും ഒക്കെ ആയിട്ട് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഒരു ക്യാൻഡിൽ ലൈറ്റ് ചെയ്തിട്ടാണ് അവൾ പോവുക. I had to do everything and be off the premise by 5:30 with my shoes in my bag. എന്താണ്, എല്ലാ കാര്യങ്ങളും ചെയ്ത് 5:30 ആകുമ്പോഴേക്കും ആ ഒരു പ്രിമൈസിൻ്റെ പുറത്ത്, ആ ഒരു സ്ഥലത്തിൻ്റെ പുറത്ത് കിടക്കണം. വിത്ത് മൈ ഷൂസ് ഇൻ മൈ ബാഗ്. ഷൂസ് എന്താണ്, ബാഗിലിട്ടാണ് പോവുക, അല്ലെങ്കിൽ നടക്കുമ്പോൾ സൗണ്ട് കേൾക്കും. ഐ ഓൺലി പുട്ട് ദം ഓൺ വൺസ് ഐ സേഫ്ലി ഔട്ട് ഓഫ് ദ ഗേറ്റ്. ഗേറ്റിൻ്റെ പുറത്ത് കടന്നതിന് ശേഷം മാത്രമാണ് ആ ഒരു ഷൂസ് ഇടാറ്. Thinking about all these things took my mind away from biting cold of the night and my wet nose until I saw my sister walking towards me. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് അവൾ അവിടെ ഇരിക്കുകയാണ്. തിങ്കിങ് അബൌട്ട് ഓൾ ദീസ് തിങ്സ് ടുക്ക് മൈ മൈൻഡ് അവേ ഫ്രം ദ ബിറ്റിംഗ് കോൾഡ് ഓഫ് ദ നൈറ്റ്. ആ ഒരു രാത്രിയുടെ
തണുപ്പ്, ഇതൊക്കെ ചിന്തിച്ചപ്പോൾ ആ തണുപ്പൊക്കെ അവൾ മറന്നുകൊണ്ട് ആ സിസ്റ്ററിനെ വെയിറ്റ് ചെയ്ത് ആ ഡോറിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. മോളോ, വാട്ട് ആർ യു ഡൂയിങ് ഔട്ട്സൈഡ് ഇൻ ദ സ്ട്രീറ്റ്? നീ സ്ട്രീറ്റിൻ്റെ പുറത്ത് എന്താ ചെയ്യുന്നത്? ഷീ ഗ്രീറ്റഡ് മീ. ഐ ക്വിക്ക്ലി ബ്രീഫ്ഡ് ഹെർ ഓൺ വാട്ട് ഹാഡ് ഹാപ്പൻഡ്. എന്താണ് സംഭവിച്ചത് എന്ന് മാഡം തന്നെ കണ്ടതും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ അവൾ പറയാണ്. ഹോ, വാട്ട് വർ യു ഡൂയിങ് ഇൻസൈഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? നീ എന്തായിരുന്നു അതിൻ്റെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുകയാണ്. യു ഷുഡ് ഹാവ് വെയിറ്റഡ് ഫോർ മീ സോ വി കുഡ് വാക്ക് ടുഗെദർ. നീ എന്നെ വെയിറ്റ് ചെയ്യണമായിരുന്നു, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് നടന്നു പോകാമായിരുന്നല്ലോ എന്ന് പറയാണ്. ദെൻ ഐ കുഡ് സേ യു വർ വിസിറ്റിംഗ് ഓ സംതിങ്. അങ്ങനെയെങ്കിൽ നീ എന്നെ വിസിറ്റ് ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാഡത്തിനോട് പറയായിരുന്നു. നൗ യു ടെൽ മീ വാട്ട് ഐ എം സപ്പോസ് ടു സേ ടു ദം ഇഫ് ദേ സീ യു അഗെയിൻ. കമ്മിൻ അഗെയിൻ. ഇനിയും നീ വരുന്നത് കണ്ടാൽ ഞാൻ അവരോട് എന്താണ് പറയേണ്ടതെന്ന് പറയൂ. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ച് അവളെ വഴക്ക് പറയാണ്. ഷീ വാക്ക്ഡ് ആംഗ്രിലി ടുവേഴ്സ് ദ ഗേറ്റ് വിത്ത് മീ ഹെസിസ്റ്റൻ്റ്ലി ഫോളോയിങ് ഹെർ. അവളെന്താണ് ദേഷ്യത്തോടുകൂടി ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അവളെ ഒരു മടിയോട് കൂടിയിട്ട് ഫോളോ ചെയ്യാണ് ഓദർ. ഐ മംബിൾഡ് മൈ അപ്പോളജീസ് ആൻഡ് ഫോളോഡ് ഹെർ. ഞാൻ അപ്പോളജീസ് അവളോട് ക്ഷമ പറഞ്ഞുകൊണ്ട് അവളെ ഫോളോ ചെയ്തു. ബൈ സം മിറാക്കിൾ നോ വൺ സീം ടു ഹാവ് നോട്ടീസ്ഡ് അസ് ആൻഡ് വി ക്വിക്ക്ലി മഞ്ച്ഡ് എ സ്നാക്ക് ഓഫ് കോൾഡ് ചിക്കൻ ആൻഡ് ബോയിൽഡ് പൊട്ടേറ്റോസ് ആൻഡ് ഡ്രാങ്ക് അവർ ടീ. ആരും കാണാതെ ഇവരെന്താണ് ആ റൂമിലെത്തുകയും അവിടെ ഫുഡ് കഴിക്കുകയാണ്. സ്നാക്ക് ഓഫ് കോൾഡ് ചിക്കനും അതുപോലെ തന്നെ ബോയിൽഡ് പൊട്ടാറ്റോസൊക്കെയാണ് ഇവർ കഴിച്ചത്. ഹാർഡ്ലി ഓൺ സ്പീക്കിംഗ് ടേംസ്. പക്ഷെ അവരെന്താണ് നല്ല രീതിയിലൊന്നും ആയിരുന്നില്ല, രണ്ടുപേരും വഴക്കിട്ടിട്ടായിരുന്നു ഇരുന്നത്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഹൗൾ ലൈക്ക് എ ഡോഗ്. എന്താണ് ഒരു ഡോഗിനെ പോലെ ഹൗൾ ചെയ്യണം, കരയണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഐ വിഷ്ഡ് സംബഡി വുഡ് കം ആൻഡ് ബി മൈ ഫ്രണ്ട്. ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ആൻഡ് ടെൽ മീ ദാറ്റ് ഐ വാസ് നോട്ട് യൂസ്ലെസ് ആൻഡ് ദാറ്റ് മൈ സിസ്റ്റർ ഡിഡ് നോട്ട് ഹെയ്റ്റ് മീ ആൻഡ് ടെൽ മീ ദാറ്റ് വൺ ഡേ ഐ വുഡ് ഹാവ് എ നൈസ് പ്ലേസ് ടു ലിവ്. എനിത്തിങ്. ആരെങ്കിലുമൊക്കെ ഫ്രണ്ടായി വന്നിട്ട് എന്നോട് എന്താണ് എൻ്റെ കാര്യങ്ങൾ, ഞാൻ യൂസ്ലെസ് അല്ല, അതുപോലെ തന്നെ എൻ്റെ സിസ്റ്റർ എന്നെ ഹെയ്റ്റ് ചെയ്യുന്നില്ല, എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് താമസിക്കാൻ നല്ലൊരു പ്ലേസ് കിട്ടും, ഇതുപോലുള്ള കാര്യങ്ങൾ, ആശ്വാസവാക്യങ്ങളൊക്കെ ആരെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ പറ്റുന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്നാൾ ആഗ്രഹിക്കുകയാണ്. The next morning I wake up long before the alarm went off. അലാം അടിക്കുന്നതിൻ്റെ കുറേ മുമ്പ് തന്നെ ഞാൻ ഉണർന്നു. Some kind of pain within pushed me to do everything at double speed and run to my toilet. എന്താണ് എന്തൊക്കെയോ ഒരു പെയിന് എന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീർക്കാനും അതുപോലെ തന്നെ എൻ്റെ ആ ഒരു ടോയ്ലറ്റിലേക്ക്, പാർക്കിലുള്ള ടോയ്ലറ്റിലേക്ക് പെട്ടെന്ന് എത്തിക്കാനും വേണ്ടിയിട്ട് സഹായിച്ചു. ഐ കോൾ ഇറ്റ് മൈ ടോയ്ലറ്റ് ബിക്കോസ് ദാറ്റ് ഈസ് എക്സാക്ട്ലി ഹൗ ഐ ഫീൽഡ് അബൌട്ട് ഇറ്റ്. മൈ ടോയ്ലറ്റ് എന്ന് പറയാൻ കാരണം എന്താണ്, അവൾക്ക് അങ്ങനെയാണ് അത് ഫീൽ ചെയ്തത്. ഐ ഫെൽറ്റ് മൈ സ്പിരിറ്റ് റിയലി ലിഫ്റ്റിംഗ് ആസ് ഐ പുട്ട് ഓൺ മൈ ഷൂസ് ഔട്ട്സൈഡ് ദ ഗേറ്റ്. ആ ഒരു ഗേറ്റിൻ്റെ പുറത്ത് ആ ഒരു ഷൂ എത്തി, ഷൂ ഒക്കെ ഇട്ടതിന് ശേഷം ആ ടോയ്ലറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു എനർജറ്റിക് ആയിട്ട് അവൾ പോകുന്ന പോലെ അവൾക്ക് തോന്നുകയാണ്. ഐ മെയ്ഡ് ഷുവർ ദാറ്റ് മൈ നോട്ട് ബുക്ക് വാസ് ഇൻ ബാഗിൽ നോട്ട്ബുക്ക് ഉണ്ട് എന്ന് ഷുവറാക്കി. ഐ വാസ് വാക്കിംഗ് ഫാസ്റ്റർ ആൻഡ് മൈ ഫീറ്റ് വർ ഫീലിംഗ് ലൈറ്റർ ഓൾ ദ ടൈം. അത്രയും ഫാസ്റ്റായിട്ടാണ് അവൾ നടന്നുകൊണ്ടിരുന്നത്. ദെൻ ഐ നോട്ടീസ് ദാറ്റ് ദ ഡോർ ഹാസ് ബീൻ പെയിൻറ്റഡ് ആൻഡ് ദറ്റ് എ ന്യൂ വിൻഡോ പെയിൻ ഹാഡ് റീപ്ലേസ് ദ ഓൾഡ് ബ്രോക്കൺ വൺ. പക്ഷേ അവൾ അവിടെ എത്തിയപ്പോൾ നോട്ടീസ് ചെയ്ത കാര്യം എന്തായിരുന്നു, ആ ടോയ്ലറ്റിൻ്റെ ഡോറ് പുതിയതായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ പൊട്ടിയ ഒരു വിൻഡോ പുതിയതായി മാറ്റി വെച്ചിട്ടുമുണ്ട്. ഐ സ്മൈൽ ടു മൈ സെൽഫ് ആസ് ഐ റീച്ച് ദ ഡോർ. ആ ഒരു ഡോറിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ സന്തോഷിച്ചു. അതിലുള്ള മാറ്റങ്ങളൊക്കെ കണ്ട്, പുതിയതാക്കിയതൊക്കെ കണ്ട് അവൾ ഹാപ്പിയായി. ബിഫോർ ലോങ് ഐ വാസ് സിറ്റിംഗ് ഓൺ ദാറ്റ് ടോയ്ലറ്റ് സീറ്റ് റൈറ്റിംഗ് എ പോം. ബിഫോർ ലോങ് ഐ വാസ് സിറ്റിംഗ്, ആ ഒരു ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് ആ ഒരു പോം എഴുതുന്നതിന് മുമ്പ് തന്നെ അവൾ എന്താണ് അത് കണ്ട് ഹാപ്പിയാവി. മെനി മോർ മോർണിംഗ് സോ മീ സിറ്റിംഗ് ദ റൈറ്റിംഗ്. ഒരുപാട് പ്രഭാതങ്ങൾ എന്താണ് അവിടെ ഞാൻ ഇരുന്ന് എഴുതി. സംടൈംസ് ഇറ്റ് ഡിഡ് നോട്ട് നീഡ് ടു ബി എ പോം. ചില സമയത്ത് ഒരു പോം ആവണമെന്നൊന്നുമില്ല. ഐ റോട്ട് എനിത്തിങ് ദാറ്റ് കെയിം ടു മൈ ഹെഡ്. എൻ്റെ മനസ്സിലേക്ക് വന്ന എന്തും ഞാൻ എഴുതി. ഇൻ ദ സെയിം വേ ഐ വുഡ് ഹാവ് ഡൺ ഇഫ് ഐ ഹാഡ് എ ഫ്രണ്ട് ടു ടോക്ക് ടു ഹിസ്. ഒരു ഫ്രണ്ട് അടുത്തിരുന്ന് സംസാരിക്കാൻ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ടിനോട് എന്തൊക്കെ പറയും എന്നുള്ളതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ആ ബുക്കിൽ എഴുതി. ഐ റിമെമ്പർ സം ഡേയ്സ് വെൻ ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് ഹൈഡിങ് സംതിങ് ഫ്രം മൈ സിസ്റ്റർ. ചില ദിവസം എന്താണ് ഈവൻ എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് ഞാൻ എന്തൊക്കെ ഹൈഡ് ചെയ്യുന്നു എന്ന് വരെ എനിക്ക് തോന്നി, ആ ഒരു ടോയ്ലറ്റിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഷീ ഡിഡ് നോട്ട് നോ അബൌട്ട് മൈ ടോയ്ലറ്റ് ഇൻ ദ പാർക്ക്. അവൾക്ക് എന്താണ് ഈ പാർക്കിലുള്ള എൻ്റെ ടോയ്ലറ്റിനെ കുറിച്ച് അറിയില്ല. ആൻഡ് ഷീ വാസ് നോട്ട് ഇൻ ദ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ മൈ നോട്ട്ബുക്ക്. പക്ഷെ അതുപോലെ തന്നെ എൻ്റെ നോട്ട്ബുക്ക്, എൻ്റെ റൈറ്റിങ്സ് ഒന്നും വായിക്കാനും അവൾക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല.
അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ടോയ്ലറ്റും അതിന് പുറത്ത് അവൾ നിൽക്കുന്നതും. Then one morning I wanted to write a story about what had happened at work the day before. തലേ ദിവസം വർക്കിൽ എന്തൊക്കെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചൊരു സ്റ്റോറി എഴുതാൻ ആഗ്രഹിച്ച് അവൾ വരികയാണ് ഒരു മോർണിംഗിൽ. ദ സൂപ്പർവൈസർ സ്ക്രീമിങ് അറ്റ് മീ ഫോർ നോട്ട് കോളിംഗ് ഹെർ വെൻ ഐ ഹാഡ് സീൻ ദ പീപ്പിൾ ഹു സ്റ്റോൾ 2 dresses at lunch time. ആ ഒരു കടയിൽ എന്താ സംഭവിച്ചത്, കടയുടെ സൂപ്പർവൈസർ ഇവളെ സ്ക്രീം ചെയ്ത് ഇവളെ വഴക്ക് പറഞ്ഞു. എന്തിന്? നോട്ട് കോളിംഗ് ഹെർ, അവളെ വിളിക്കാത്തതിന്, ആ സൂപ്പർവൈസറിനെ അറിയിക്കാത്തതിന്. എന്ത്? വെൻ ഐ ഹാഡ് സീൻ ദ പീപ്പിൾ ഹു സ്റ്റോൾ 2 dresses at lunch time. ലഞ്ച് ടൈമിൽ ആ ഒരു കടയിൽ നിന്ന് കുറച്ച് ആളുകൾ 2 ഡ്രസ്സ് മോഷ്ടിച്ചു. ഇത് കണ്ടപ്പോൾ സൂപ്പർവൈസറിനെ വിളിക്കാതിരുന്നതിന് സൂപ്പർവൈസർ അവളെ രാവിലെ തന്നെ വഴക്ക് പറയാണ്. ഇറ്റ് ആൾ കെയിം ബാക്ക് ടു മീ ആൻഡ് ഐ വാസ് സ്മൈലിംഗ് വെൻ ഐ റീച്ച്ഡ് ഫോർ ദ ഡോർ ബട്ട് ഇറ്റ് വുഡ് ഓപ്പൺ, ഇറ്റ് വാസ് ലോക്ക്ഡ്. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് അവൾ വരികയാണ് ആ ഒരു ടോയ്ലറ്റിലേക്ക്. പക്ഷേ എന്താണ്, ആ ഒരു ടോയ്ലറ്റ് ഡോർ എത്തുന്ന ഒരാൾ ഹാപ്പി ആയിട്ട് അതിൽ കയറി ഇരുന്ന് എഴുതാമെന്ന് ചിന്തിച്ച് വരുന്നു. ബട്ട് ഇറ്റ് വുഡിൻ ഓപ്പൺ, ഇറ്റ് വാസ് ലോക്ക്ഡ്. പക്ഷേ ആ ഒരു ദിവസം എന്താണ്, ആ ഒരു ടോയ്ലറ്റ് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അത് ലോക്ക്ഡ് ആയിരുന്നു. ഐ തിങ്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ അക്സെപ്റ്റഡ് ദാറ്റ് ദ ടോയ്ലറ്റ് വാസ് നോട്ട് മൈൻ ആഫ്റ്റർ ഓൾ. ഈ ഒരു ദിവസം ഫസ്റ്റ് ടൈമായിട്ട് ഇവൾ അക്സെപ്റ്റ് ചെയ്യണം, ഒരു കാര്യം തിരിച്ചറിയാണ്, ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. ഈ ടോയ്ലറ്റ് എന്താണ്, വാസ് നോട്ട് മൈൻ, എൻ്റെ അല്ല. ഇത്രയും ദിവസം മൈ ടോയ്ലറ്റ്, എൻ്റെ ടോയ്ലറ്റ് എന്നായിരുന്നു അവൾ വിചാരിച്ചത്. പക്ഷേ അത് ലോക്ക് ചെയ്തിട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ദറ്റ് ഈസ് നോട്ട് മൈൻ. സ്ലോലി ഐ വാക്ക്ഡ് ഓവർ ടു ദ ബെഞ്ച് നിയർ മൈ. അപ്പോൾ അതൊക്കെ എന്താണ്, അടുത്തുള്ളൊരു ബെഞ്ചിലേക്ക് മൂവ് ചെയ്യുകയും വാഷ്ഡ് ദ ഏർലി സ്പ്രിങ് സൺ കെയിം അപ്പ്. ആ ഒരു ഏർലി സ്പ്രിങ് സൺ വരുന്നത് നോക്കിയിരുന്ന് ഷി റോട്ട് ദ സ്റ്റോറി എനിവേ. അവൾ ഉദ്ദേശിച്ച ആ സ്റ്റോറി ഏതായാലും അവൾ എഴുതുകയാണ്. നൗ അബൌട്ട് ദ ഓതർ. Sina Mlope is a South African storyteller, writer, playwright and actress. റൈറ്റർ, സ്റ്റോറി ടെല്ലർ, അതുപോലെ തന്നെ പ്ലേ റൈറ്റ്, അതുപോലെ ആക്ട്രസ് ഒക്കെയാണ് ആൾ. ഷി വർക്ക്ഡ് ആസ് എ ന്യൂസ് റീഡർ അറ്റ് ദ പ്രസ് ട്രസ്റ്റ് ആൻഡ് BBC റേഡിയോ. ഒരു ന്യൂസ് റീഡറായിട്ട് വർക്ക് ചെയ്തു. ഷി ടെൽസ് എ സ്റ്റോറീസ് ഇൻ 4 ഓഫ് ദ സൗത്ത് ആഫ്രിക്കാസ് ലാംഗ്വേജസ്, ഇംഗ്ലീഷ്, അഫ്രിക്കാൻസ്, സുളു ആൻഡ് സോസ. ഈ 4 ലാംഗ്വേജിലും ആൾ എഴുതിയിട്ടുണ്ട്. ആൻഡ് ആൾസോ ഹെൽപ്സ് മോട്ടിവേറ്റ് ചിൽഡ്രൻ ടു റീഡ്. അതുപോലെ തന്നെ കുട്ടികളെ അവളുടെ സ്റ്റോറീസ് വായിക്കാൻ വേണ്ടി, റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു. മച്ച് ഓഫ് എ വർക്ക് ഹാസ് ബീൻ ട്രാൻസ്ലേറ്റഡ് ടു ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ, സ്വാഹിലി ആൻഡ് ജാപ്പനീസ്. ഈ ലാംഗ്വേജുകളിലൊക്കെ അവളുടെ വർക്കിനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇൻ 2016 ഷീ വാസ് ലിസ്റ്റഡ് ആസ് വൺ ഓഫ് ദ BBC's 100 വുമൺ. BBCയുടെ മികച്ച 100 വുമൺ ആയിട്ട് ഇവളെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫ്രം 2019 ബ്ലോബേസ് ബർത്ത്ഡേ 24th October ഈസ് recognized as National Storytelling Day in South Africa. ഇവളുടെ ബർത്ത്ഡേ എന്താണ്, നാഷണൽ സ്റ്റോറി ടെല്ലിംഗ് ഡേ ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ നാഷണൽ സ്റ്റോറി ടെല്ലിംഗ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. She has been awarded honorary doctorates from 7 universities across the world. 7 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹോണററി ഡോക്ടറേറ്റ് അവാർഡ് ചെയ്യപ്പെട്ട ഒരു റൈറ്റർ കൂടിയാണ് ഇവർ. ഇവരുടെ പിക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതോടുകൂടി ഈ സ്റ്റോറീൻ്റെ ഒരു മലയാളം എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ തന്നത്. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസും ബാക്കി കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ചെയ്യാം. താങ്ക് യു ഓൾ.